ഫോർ ഹോളി ബെൽസ്. മുംബൈ ക്രൈസ്റ്റ് ആർമി നയിക്കുന്ന വിശുദ്ധവാര തീർത്ഥാടനത്തിൻ്റെ പുതിയ അനുഭവങ്ങളിലേക്ക് സ്വാഗതം. എന്നും ആശ്വാസം നൽകുന്ന ഈശോയെ സ്തുതിച്ച് ക്രൈസ്റ്റ് ആർമിയോടൊപ്പം നമുക്ക് ചുവടുകൾ വെക്കാം. മനസ്സിൽ നിന്നും നമ്മുടെ വിഷമങ്ങൾ മായ്ക്കുന്ന സൗഖ്യം എങ്ങനെ അത് ലഭിക്കുമെന്ന് ക്രൈസ്റ്റ് ആർമിയോടൊപ്പം ചിന്തിക്കാം. ക്രൈസ്റ്റ് ആർമി സേസ് ക്രൈസ്റ്റ് ആർമി സേസ്. സുഖമാണോ എല്ലാവർക്കും? നിങ്ങൾ നല്ല ഫ്രഷ് ആയിട്ടായിരിക്കുന്നത്, മുന്നിൽ മിടുക്കരായിട്ട്. ചിരി കാണുമ്പോൾ തന്നെ സിസ്റ്ററിന് ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ. സിസ്റ്റർ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്തിനെക്കുറിച്ചാണെന്നറിയുമോ? നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും ആവശ്യമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാവാറില്ലേ? തലവേദന ഉണ്ടാവുന്നവരൊന്ന് കൈപൊക്കിക്കേ. കാലിന് വേദനയുള്ളവരൊന്ന് കൈപൊക്കിക്കേ. ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചിലപ്പോൾ ഇവിടെ മുള്ളു കുത്തിയിട്ടുണ്ടാവും കാലുമേ, അല്ലേ? വേദനകളുണ്ട്. ഇനി മനസ്സിന് വേദനയുണ്ടോ നിങ്ങൾക്ക്? ആഹാ, ആർക്കും ഉള്ളിൽ വിഷമമില്ല? എനിക്ക് മാർക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് സിസ്റ്റർ, എനിക്ക് എൻ്റെ ഹൈറ്റ് ഇങ്ങനെയാണ്, ഞാൻ ഷോർട്ടാണ്, എൻ്റെ മൂക്ക് ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടായിരിക്കെങ്കിലും ഇച്ചിരി വിഷമമൊക്കെ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ വിഷമം ആർക്കും ഇല്ല, അല്ലേ? ഓക്കെ, നിങ്ങളൊക്കെ നല്ല മിടുക്കരായതുകൊണ്ട് നിങ്ങൾക്ക് ആ വിഷമമൊന്നും ഇല്ല. അപ്പോൾ സിസ്റ്റർ ഇന്ന് നിങ്ങൾക്ക് ഒരു മരുന്ന് തരാൻ പോവാം. എന്ത് തരാൻ പോവാം? ഒരു മരുന്ന്. നിങ്ങൾക്ക് ആ മരുന്ന് വേണോ? ഈ മരുന്ന് കഴിച്ചാണ്ടല്ലോ നിങ്ങൾക്ക് ഒരു രോഗവും ഉണ്ടാവില്ല. ഈ മരുന്ന് നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ രോഗങ്ങളെല്ലാം താനെ മാറിപ്പോവും. പിന്നെ നിങ്ങളുടെ തലവേദനയും കാലുവേദനയും ഏത് വേദനയാണെങ്കിലും അതെല്ലാം മാറിപ്പോക്കോളും. ഇന്ന് സിസ്റ്റർ നിങ്ങളോട് സൗഖ്യത്തെക്കുറിച്ച്. ആരാ ഈ സൗഖ്യം തരുന്നത്, നമുക്ക് ഹീലിംഗ് തരുന്നത്? ഈശോ നമുക്ക് ഹീലിംഗ് തരുന്നു. വെരി ഗുഡ് ആൻസർ. പക്ഷെ നമ്മളിപ്പോൾ വേദനയാണെങ്കിൽ ഈശോയെ ഒന്ന് വന്ന് ഓപ്പറേറ്റ് ചെയ്ത് തരണേന്ന് പറയുമോ? അതെന്താ പറയാത്ത? അപ്പോൾ ഈശോ അല്ലേ സൗഖ്യം തരുന്നേ, അതെന്താ പറയാത്ത? അങ്ങനെ നമ്മൾ എവിടെ പോവും? ഡോക്ടറുടെ അടുത്ത് നമ്മൾ പോവും. അപ്പോൾ ഡോക്ടർ ആ മരുന്നൊക്കെ തന്ന് നമുക്ക് ഹീലിങ്ങിനുള്ളൊരു വേ ഒക്കെ പറഞ്ഞു തരും. എക്സസൈസും അല്ലെങ്കിൽ മരുന്നും ഒക്കെ പറഞ്ഞ് നമ്മളെ സുഖമാക്കും, അല്ലേ? ഡോക്ടറിലൂടെ ആരാ നമ്മളെ സുഖപ്പെടുത്തുന്നത്? ഈശോയാണ് സുഖപ്പെടുത്തുന്നത്. അപ്പം നമ്മുടെ ബോഡിക്ക് എന്ത് രോഗം വന്നാലും, അല്ലേ, അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, അല്ലേ? ഇപ്പം നമ്മൾ ഹോട്ട് വാട്ടർ നമ്മുടെ ബോഡിയിൽ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുമോ? അതോ എങ്ങനെ ഇരിക്കുമോ? ഹോട്ട് വാട്ടർ വീണാൽ ഹായ് നല്ല സുഖമുണ്ടല്ലോ എന്ന് പറയുമോ?
ഇല്ല, അത് നമുക്ക് വേദന എടുക്കും അല്ലേ? വേദനയ്ക്കും കണ്ണെന്നൊക്കെ വെള്ളം വരും. നമ്മൾ കാറാൻ തുടങ്ങും, മമ്മി പപ്പ അയ്യോ, നമുക്ക് കാറില്ലേ ഓടും, അത്രയും പൊള്ളും നമുക്ക്. അപ്പോൾ അത് ഫീലാവും. അതുപോലെ നമ്മുടെ ബോഡിയിൽ നമുക്ക് സിക്നെസ് വരും. അതുപോലെ വേറൊരു തലമാണ് നമുക്ക് മനസ്സിൽ എന്ത് വരും? വിഷമം വരും. ഇപ്പം നിങ്ങൾ പറഞ്ഞു സിസ്റ്റർ ഇല്ല സിസ്റ്റർ ഒരു വിഷമമില്ലാന്ന്, എന്നാലും ചിലപ്പോഴൊക്കെ പപ്പ കണ്ടോ അവൾ നിന്നേക്കാളും കൂടുതൽ മാർക്ക് മേടിച്ചു, നീ എന്തിനാ പഠിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും പറയാം. അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയാം ഹോംവർക്ക് ചെയ്തില്ല അത് അങ്ങനെ ആരെങ്കിലും നമ്മളെ വേദനിപ്പിക്കുമ്പോൾ വേർഡ്സ് കൊണ്ട് വേദനിപ്പിക്കൂലേ, അടിക്കുമല്ല സിസ്റ്റർ, വേർഡ്സ് കൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും രീതിയിൽ നമ്മുടെ എന്ത് പെയിൻ ചെയ്യും? നമ്മുടെ ഹാർട്ട് അല്ലേ, നമ്മുടെ മനസ്സ് വേദനിക്കുമ്പോൾ തന്നെത്താൻ നമ്മൾ കാര്യം ആരുമില്ല എനിക്ക്, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ എന്തിനാണ് ജീവിക്കണേ, അങ്ങനെയൊക്കെ തോന്നാറില്ലേ ചിലപ്പോഴൊക്കെ? അപ്പോൾ ആ വേദന ആരെ നമുക്ക് സൗഖ്യമാക്കി തരാം? ഈശോ അല്ലേ? ബോഡിയിലെയും ഇൻഡയറക്റ്റ്ലി ആരെ സൗഖ്യപ്പെടുത്തി തരുന്ന? ഈശോ, ഡോക്ടറിലൂടെ. അതുപോലെ മനസ്സിനും വിഷമം വരുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, കൗൺസിലിങ്ങിന് പോകുന്നു, സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നു, അതിനും നമ്മുടെ കയ്യിൽ ഡോക്ടേഴ്സ് ഉണ്ട് അല്ലേ? അതും ഈശോ തന്നെ അവരിലൂടെ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഈശോ ചിലപ്പോൾ ധ്യാനം കൂടുമ്പോൾ, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ, അഡോറേഷൻ്റെ സമയത്തൊക്കെ നമുക്ക് മനസ്സിന് എന്ത് തരും? ഒരു ഹീലിംഗ് തരും. നിങ്ങൾക്കൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? മനസ്സിനൊരു പീസും ജോയൊക്കെ നമുക്ക് ഫീലാവും. അതുപോലെ മൂന്നാമത്തെ ഒരു തലമാണ് നമ്മുടെ ആത്മാവ്. ആത്മാവിന് എന്ത് വരും? ഇതുപോലെ സിക്നെസ് വരും. ആത്മാവിന് എങ്ങനെയാണ് സിക്നെസ് വരുന്നത്? ആത്മാവിന് സിക്നെസ് വരുന്നത് സിസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആത്മാവിന് നമുക്ക് പ്രലോഭനങ്ങളുണ്ടാവും അല്ല. ഇപ്പോൾ ഫ്രണ്ട്സ് പറയും നമുക്ക് എല്ലാവർക്കും 10 rupees കൊണ്ടുവരാം, അതായത് ഒരു 10 രൂപ ഇന്ന് കൊണ്ടുവന്ന് നമുക്ക് എവിടെയെങ്കിലും പുറത്തു പോയി എന്തെങ്കിലും കഴിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും മേടിക്കാം. പക്ഷെ നമുക്ക് പേരൻസ് 10 രൂപ തരുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അറിയാതെ പപ്പയുടെ പോക്കറ്റിൽ നിന്ന് ഒരു 10 രൂപ എടുത്താൽ കുഴപ്പമുണ്ടോ? ചോദിക്കാതെ എടുത്താൽ അത് എൻ്റെ പപ്പയല്ലേ, ഞാൻ എടുത്ത വല്ല കുഴപ്പമുണ്ടോ? ചോദിക്കാതെ എടുക്കുന്ന തെറ്റല്ലേ? അപ്പം നമ്മുടെ മനസ്സിലൊരു പ്രലോഭനം വരും, 10 രൂപ അവിടെ ഇരിക്കുന്നു, നമുക്ക് എടുത്താലോ. പക്ഷേ നമ്മൾ വേണ്ട, അത് ശരിയാവില്ല, വേണ്ടാന്ന്. അപ്പം മനസ്സ് പറയും. അവിടെ ഒരു എന്ത് നടക്കുക? ഒരു യുദ്ധം നടക്കുക. എടുത്തോ. ഒരാൾ പറയും, പരിശുദ്ധാത്മാവ് പറയും എടുത്തോ. അപ്പോൾ വേറെ ഒരാൾ പറയും, എന്ത് പറയും? അതെന്താ സ്വന്തം പപ്പയല്ലേ, എടുത്തോ, കുഴപ്പമില്ല. ഒരാൾ പറയും എടുക്കണ്ട, ഒരാൾ പറയും എടുക്കും. അപ്പോൾ ആകെ കൺഫ്യൂഷനാവും നമുക്ക് അല്ലേ? അതാണ് നമ്മുടെ ആത്മാവിന് വരുന്നൊരു സിക്നെസ്. അപ്പോൾ അത് ജയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ജീസസ് നമ്മുടെ ഉള്ളിൽ സ്ട്രോങ് ആയിട്ട് ഒരു വാരിയറിനെ പോലെ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ജീസസ് അവിടെ പ്രവർത്തിക്കും, അല്ലെങ്കിൽ ഈശോ നമ്മളിലൂടെ പ്രവർത്തിക്കും. വേണ്ട, അത് ഞാൻ എടുക്കില്ല, അത് തെറ്റാണ് എന്ന നല്ല ബോധ്യം നമ്മുടെ മനസ്സിലെങ്കിൽ നമ്മളത് ചെയ്യില്ല. അപ്പോൾ ആത്മാവിൻ്റെ രോഗം, പിന്നെ നമ്മൾ പാപം ചെയ്തു പോകുമ്പോൾ നമ്മുടെ ആത്മാവ് രോഗാവസ്ഥയിലാണ് അല്ലേ? പാപം ചെയ്യുമ്പോൾ അപ്പോൾ ഒരു സുഖവുമില്ല, മനസ്സിന് വിഷമം, സന്തോഷമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ ആ മരുന്ന് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ആത്മാവിനുള്ള മരുന്ന് എവിടെ നിന്നാണ് കിട്ടുന്നത്? കുമ്പസാരിക്കുമ്പോൾ നമുക്ക് ആ മരുന്ന് കിട്ടും അല്ലേ? അല്ലെങ്കിൽ 7 കൂദാശകൾ നമുക്ക് തന്നിട്ട് അതിലൂടെ എല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ പാപാവസ്ഥയിൽ നിന്ന് നമ്മളെ ദൈവം വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ ആ കൂദാശകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പ്യുവർ ചെയ്യും. ഒരു വെള്ള ഡ്രസ്സിൽ, സിസ്റ്റർ ഈ വെള്ള ഡ്രസ്സിൽ ഒരു കറുത്ത കുത്തു വന്നാൽ നിങ്ങളെല്ലാവരും ചോദിക്കില്ല, അയ്യോ സിസ്റ്റർ അവിടെ എന്താ, അയ്യോ അവിടെ എന്തോ പറ്റി സിസ്റ്റർ, അതെന്താ സിസ്റ്റർ, എല്ലാവരും നോക്കൂലേ? ഈ ഫുൾ വൈറ്റ് ആണോ നോക്കുക, ബ്ലാക്ക് ഡോട്ടാണോ നോക്കുക? ബ്ലാക്ക് ഡോട്ടല്ലേ നിങ്ങൾ നോക്കുക? അതുപോലെയാ. പക്ഷെ നമ്മൾ ഈശോയുടെ അടുത്ത് പോയി കഴിയുമ്പോൾ ഈശോയോട് പറഞ്ഞ് ഈശോ എന്ത് ചെയ്യും? കുമ്പസാരത്തിലൂടെ അത് വിശദീകരിച്ച് തരും. നമ്മൾ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കണം. നമ്മുടെ വിശ്വാസം അനുസരിച്ച് എന്തിരിക്കുക? ഹീലിംഗ് ഇരിക്കുക അല്ലേ? ചിലപ്പോൾ വിശ്വാസം ഇല്ലെങ്കിലും ഈശോ അവിടെ അത്ഭുതം. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾ നമ്മുടെ ധ്യാന സെൻറ്ററിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറേ വ്യക്തികൾ സാക്ഷ്യം പറഞ്ഞ് കേട്ടിട്ടില്ലേ? എനിക്ക് രോഗസൗഖ്യം ഉണ്ടായി. ചിലർക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സൗഖ്യമാവും, ചിലർക്ക് സ്ലോലി ഹീലാവും. സിസ്റ്റർ ആയിരിക്കുന്ന ഇടവകയിൽ സിസ്റ്റർക്ക് അറിയാം, 2 മക്കളാ ചേച്ചിക്ക്. അതിൽ മൂത്ത മോനെ ട്യൂമറായിരുന്നു ബ്രെയിനിൽ. 5th സ്റ്റാൻഡേർഡിൽ അത് അറിഞ്ഞതാണ്. പക്ഷെ ഇപ്പോഴും ആ കൊച്ചു ഡിഗ്രി കോളേജിലാണ് പഠിക്കണം. പക്ഷെ ഇപ്പോഴും 2 മാസത്തിനുള്ള ആ കൊച്ച് മരിക്കുമെന്ന് പറഞ്ഞാൽ ആ കൊച്ച് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. സ്ലോലി ഹീസ് ഗെറ്റിംഗ് ഹീൽഡ്. പെട്ടെന്നല്ല, പക്ഷേ സ്ലോലി ഹിസ് ലൈഫ് ഇസ് എന്താണ്, അത് എക്സ്റ്റെൻഡ് ആവുക. മനസ്സിലായി? അപ്പോൾ ഈശോ പയ്യെ നമുക്ക് സ്ലോ പ്രോസസ്സിലൂടെ നമുക്ക് സൗഖ്യം കിട്ടും. പക്ഷെ നമുക്ക് എന്തുണ്ടാവണം? വിശ്വാസം ഉണ്ടാവും. ബൈബിളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ സൗഖ്യം? ആർക്കെങ്കിലും ഈശോ സൗഖ്യം കൊടുത്തിട്ടുണ്ടോ? ആർക്കാ കൊടുത്തിരിക്കുന്നത്? ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ബ്ലൈൻഡ് മാനെ, അന്ധനെ കാഴ്ച കൊടുത്തു. പിന്നെ
ലെപ്രസിക്ക് ആ കുഷ്ഠരോഗം മാറിക്കിട്ടി. അങ്ങനെ ഒത്തിരി പേർക്ക് ഈശോ സൗഖ്യം കൊടുത്തിട്ടുണ്ട്. കുരിശിലേക്ക് നോക്കിക്കേ, ഈശോയെ ആ പടയാളി കുന്തം കൊണ്ട് കുത്തിയപ്പോൾ എന്താ വന്നേ? ചോരയും വെള്ളവും അല്ലേ? ചോരയും വെള്ളവും വന്നപ്പോൾ ആ കുത്തിയ ആളുടെ കണ്ണിലേക്ക് അത് തെറിച്ചപ്പോൾ എന്താ പറ്റിയ? ആൾക്ക് സൗഖ്യം ഉണ്ടായി അല്ലേ? ആ ഗെത്സമൻ തോട്ടത്തിൽ പത്രോസ് ചെവി വെട്ടിക്കളഞ്ഞ ആളെ ഈശോ തൊട്ടതേ ഉള്ളൂ. എന്തുണ്ടായി അവിടെ? എന്തുണ്ടായി? ആൾക്ക് ചെവി വീണ്ടും ആ പണ്ടത്തെ പോലെ തന്നെ ആ ചെവി താഴേന്ന് എടുത്ത് ഈശോ മുകളിൽ വെച്ചപ്പോൾ എന്തായി? അത് പണ്ടത്തെ പോലെ തന്നെ. അത്രയും പവർഫുള്ളാണ് എൻ്റെ ഈശോ. വചനം പറയുന്നു, മരുന്നോ ലേപനമോ അല്ല, എൻ്റെ വചനമാണ് നിങ്ങൾക്ക് സൗഖ്യം. അതുകൊണ്ട് ഇന്ന് സിസ്റ്റർ പറയുന്നു, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സിസ്റ്റർ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്കറിയാം ആർക്കെങ്കിലുമൊക്കെ രോഗം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് പറയും എനിക്കിവിടെ വേദന, നിങ്ങൾ അറിയാതെ ആ ഫ്രണ്ടിനെ ഇങ്ങനെ തൊട്ട് അവിടെ കുരിശ് വരയ്ക്കണം. എന്ത് ചെയ്യണം? മമ്മി പറയാം എനിക്ക് തലവേദന, അപ്പോൾ മമ്മിയുടെ തലയിൽ വെറുതെ തൊട്ടിട്ട് ആരും അറിയാതൊരു കുരിശ്. ആരും അറിയില്ല. ആരെങ്കിലും അറിയുമോ? നിങ്ങൾക്ക് വയറ്റിലൊരു വേദന ഉണ്ടെങ്കിൽ അവിടെ പയ്യെ കൈ വെച്ചിട്ട് നിങ്ങളുടെ തന്നെ കൈ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു കുരിശ് വരയ്ക്കണം. ആരും കാണുമോ? ഇങ്ങനെ കുരിശ് വരച്ച് ആരെങ്കിലും കാണുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഈശോ എന്ത് ചെയ്യും? സൗഖ്യം കൊടുക്കും. ഒരു വിശുദ്ധ ഉണ്ടായിരുന്നു, വിശുദ്ധ സെറാഫിൻ. സെറാഫിൻ്റെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ വിശുദ്ധയാണ് സെറാഫിൻ. ഫാദർ പണ്ടേ ചെറുപ്പത്തിലേ മരിച്ചുപോയി ഒരു രോഗം മൂലം. അത് കഴിഞ്ഞപ്പോൾ പാരലൈസ് ആയിപ്പോയി. ഈ കൊച്ചു ബാലിക പാരലൈസ്ഡ് ആയിപ്പോയി. അത് കഴിഞ്ഞ് കുറച്ച് കാലം കൂടി കഴിഞ്ഞപ്പോൾ അവളെ നോക്കി അവളുടെ മമ്മി മരിച്ചുപോയി. അവൾ മാത്രമായി വീട്ടിൽ. അവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട് അവൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും, അവളെ വന്ന് വിസിറ്റ്, അവിടെയുള്ള വില്ലേജേഴ്സ്, അതായത് ആ നാട്ടിലുള്ളവരൊക്കെ വന്ന് ഭക്ഷണമൊക്കെ കൊടുക്കാൻ നോക്കുമായിരുന്നു. പക്ഷേ അവൾ ഓരോ ദിവസവും ഈശോയെ നന്ദി പറഞ്ഞു. ആ രോഗത്തെ ഓർത്ത് അവൾ ഒരിക്കലും വിഷമിച്ചില്ല. പക്ഷെ അവൾ ആരോട് പ്രാർത്ഥിച്ചു എന്നറിയും? വിശുദ്ധ ഗ്രിഗറി പുണ്യാളനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഒരു ദിവസം സ്വപ്നത്തിൽ ഗ്രിഗറി പുണ്യാളൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഫീസ്റ്റിൻ്റെ ദിവസം നിൻ്റെ ഈ വേദനയ്ക്ക് ഞാൻ ഒരു ആശ്വാസം തരും. ആ ദിവസം ആ മകള് മരിച്ചു. അന്ന് തൊട്ട് അവളുടെ ഫ്യൂണറലും എല്ലാ കർമ്മങ്ങളും ചെയ്ത് ആ നാട്ടുകാരാണ് ആ കർമ്മങ്ങളൊക്കെ ചെയ്ത്. അപ്പോൾ തൊട്ട് ആ നാട്ടുകാരുടെ ഒരു വിശ്വാസമാണ് ഈ മോളോട് പ്രാർത്ഥിക്കാം, കുറേ സഹിച്ച മോളല്ലേ, ഈ മോളോട് പ്രാർത്ഥിക്കാം. അവരെല്ലാവരും സെറാഫിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങി. കൊച്ചു ബാലികയാണ്, പക്ഷേ അവളുടെ സഹനം മറ്റുള്ളവർക്ക് എന്തായി മാറി? ഒരു അനുഗ്രഹമായിട്ട് മാറി. അപ്പം നമ്മളും രോഗികളാണെന്നൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ബോഡി, മൈൻഡ്, സോൾ, ശരീരം, മനസ്സ്, ആത്മാവ്, മൂന്നിനെ സൗഖ്യപ്പെടുത്തുന്നത് ആരാ? ദൈവമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും സൗഖ്യത്തിനായിട്ട് ഈശോയുടെ ആ തിരുരക്തം, നത്തിങ് ബട്ട് ദ ബ്ലഡ് ഓഫ് ജീസസ്. നിങ്ങൾ ഇന്ന് പോയിട്ട്, നിങ്ങളെല്ലാവരും മീഡിയ യൂസ് ചെയ്യുന്നവരല്ലേ, ഇന്ന് പോയിട്ട് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് നത്തിങ് ബട്ട് ദ ബ്ലഡ് ഓഫ് ജീസസ്, ഒന്നുമല്ല ഈശോയെ, നിൻ്റെ തിരുരക്തം മാത്രമാണ് എനിക്ക് സൗഖ്യം തരുന്നത്, ആ പാട്ട് പഠിക്കണം. പഠിക്കുമോ? ഇന്നത്തെ ഹോംവർക്ക് അതാണ്. ഈശോയുടെ തിരുരക്തത്തിൽ. പിന്നെ മലയാളത്തിലൊരു പാട്ടില്ലേ, തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ, തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരയാൽ എന്നെ കഴുകണം. അങ്ങനെ നല്ല ഈശോയുടെ പാട്ട് ഇന്ന് നിങ്ങൾ കാണാപ്പാഠം പഠിക്കണം. പഠിക്കുമോ? ഓക്കെ. സിസ്റ്റർ ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കിതുപോലെ വല്ല സൗഖ്യം ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴോ അല്ലെങ്കിൽ അറിയാതെ തന്നെ, പ്രാർത്ഥിക്കാതെ തന്നെ ഒരു ജീവിതത്തിൽ ഒരു സൗഖ്യത്തിൻ്റെ, ശരീരത്തിൻ്റെയോ ആത്മാവിൻ്റെയോ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഏതെങ്കിലും തലത്തിൽ ദൈവം സൗഖ്യം തന്ന ആർക്കെങ്കിലും പറയാനുണ്ടോ അങ്ങനെ ഒരു അനുഭവം? മോള് വാ, മോള് പറഞ്ഞു കേട്ടോ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിയന. എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മിയും പപ്പയും ഉണ്ട്. ഞാൻ 4ാം ക്ലാസ്സിലാണ്. വസൈ വെസ്റ്റിലെ സെയിൻറ്റ് അൽഫോൻസ ചർച്ചിൽ. എനിക്ക് എൻ്റെ കയ്യിലൊരു സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് ഒത്തിരി വേദന എടുക്കുമായിരുന്നു. ഞാൻ ഈശോയോട് നല്ലോണം പ്രാർത്ഥിച്ചു ആ സ്വെല്ലിംഗ് മാറി തരണേന്ന്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഈശോ ഈ ക്രൈസ്റ്റ് ആർമിയിൽ നിന്ന് മുന്നേ റിട്രീറ്റിൽ വരാനൊരു ചാൻസ് തന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ആരാധനയിൽ ഈശോയോട് ഒത്തിരി നല്ലോണം പ്രാർത്ഥിച്ചു എനിക്ക് ഈ സ്വെല്ലിംഗ് മാറി തരണേന്ന്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആരാധന കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കാൻ പോയപ്പോൾ അറിയാതെ എൻ്റെ കൈയൊന്ന് വളഞ്ഞു. അന്നേരം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആ വേദന ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ധ്യാനം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയപ്പോൾ ഞാൻ ഈശോയോട് നല്ല നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കാവൽമാലാഖയോട് ഒത്തിരി പ്രാർത്ഥിക്കാനും പിന്നെ എനിക്ക് സ്റ്റഡീസിൽ നല്ല കോൺസെൻട്രേഷനും കിട്ടാൻ തുടങ്ങി. ഞാൻ
ഒത്തിരി ഈശോയോട് നന്ദി പറഞ്ഞു. താങ്ക് യു ജീസസ്. മിടുക്കിയായിട്ട് പറഞ്ഞു കേട്ടോ. നല്ലൊരു കയ്യടി കൊടുത്താലോ? മോള് പോയിരുന്നു കേട്ടോ. സിയനയ്ക്ക് ഉണ്ടായ പോലത്തെ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട്. സിസ്റ്റർക്കും ഇതുപോലെ കുഞ്ഞിലേ തൊട്ട് ചെറുതാണെങ്കിലും ഇങ്ങനെ അത്ഭുതങ്ങൾ ശാരീരികമായും ആത്മീയമായും ഒക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഓർത്തെടുക്കണം. സിസ്റ്റർ ചെറിയ പാട്ട് പഠിപ്പിക്കട്ടെ? സിസ്റ്റർ പറഞ്ഞു, ഒന്നുമല്ല ദൈവത്തിൻ്റെ വചനം തിരുരക്തമാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്, സൗഖ്യപ്പെടുത്തുന്നത്. ഓക്കെ, ഈ സൗഖ്യം എല്ലാവർക്കും വേണം. എത്ര രോഗികളാണ് ഈ ലോകത്തുള്ളത്. അപ്പോൾ എല്ലാ രോഗികളെയും ഓർത്തുകൊണ്ട് ഈ വെള്ളിയാഴ്ചയിൽ എല്ലാ രോഗികളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ വീട്ടിലുള്ളവരോ സ്കൂളിലോ എവിടെയെങ്കിലുമൊക്കെ നമുക്കറിയാവുന്നവരോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എല്ലാവരെയും നമുക്ക് ഓർത്ത് ഈ പാട്ടൊന്ന് പാടാം. പാടുമോ എൻ്റെ കൂടെ? നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ പാടിക്കോ കേട്ടോ. What can wash away my sins? Nothing but the blood of Jesus. What can make me whole again? Nothing but the blood of Jesus. What can wash away my sins? Nothing but the blood of Jesus. What can make me whole again? Nothing but the blood of Jesus. ഇത് നമ്മൾ ഈ ബ്ലഡ് ഓഫ് ജീസസ് എന്ന എല്ലാ രോഗികളിലേക്കും ഒഴുകി അവരെ സൗഖ്യപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്റർ ഒരു ഹോംവർക്കും കൂടി തരുവാൻ. ഈ പാട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പഠിക്കുമോ, ബൈ ഹാർട്ടാക്കുമോ? എന്നിട്ട് ഇത് പാടി ഈശോയോട് പ്രാർത്ഥിക്കണം. ഇപ്പം മനസ്സിലായില്ലേ എത്ര വിഷമങ്ങളുണ്ടായാലും ഈശോ അത് മായ്ക്കുമെന്ന്? റിനി സിസ്റ്റർ നൽകിയ ഈ ചിന്ത മനസ്സിൽ വെച്ച് നമുക്കും പാടാം. उस क्रूस की क्या बात है जिसने है हमको बचाया. यीशु मसीह ने तेरे लिए मेरे लिए लहू बहाया. उस क्रूस की क्या बात है जिसने यीशु मसीह ने तेरे लिए मेरे लिए लहू
यीशु मसीह ने तेरे लिए मेरे लिए लहू बहाया। अब है गुनाहों से क्या वास्ता, मसीह संग रहूं मैं सदा। अब है गुनाहों से क्या वास्ता, मसीह संग रहूं मैं सदा। मसीह संग रहूं मैं सदा। पिता के चरणों में गाती रहूं मैं अब ये गीत दोबारा। यीशु मसीह ने तेरे लिए मेरे लिए लहू बहाया। उस क्रूस की क्या बात है जिसने है हमको बचाया। यीशु मसीह ने तेरे लिए मेरे लिए लहू बहाया। मेरे लिए लहू बहाया। मेरे लिए लहू बहाया। होली बेल्स फिर बजेगा कल इसी समय, तो जरूर मिलेंगे। तब तक अलविदा।